നമസ്കാരം. ഇത് ചരിത്രധ്വനി. ആര്യന്മാർ സപ്തസിന്ധുവിൽ നിന്ന് പതുക്കെ കിഴക്കോട്ട് ഗംഗാ നദീതടങ്ങളിലേക്ക് നീങ്ങിയ കാലമായിരുന്നു ഇത്. BC 1000 ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ വലിയൊരു മാറ്റം സംഭവിച്ചു. ഇത് ഇരുമ്പിൻ്റെ കണ്ടുപിടുത്തമായിരുന്നു. കാഠിന്യമേറിയ ഇരുമ്പ് മഴ ഉപയോഗിച്ച് അവർ ഗംഗാതീരത്തെ നിബിഡ വനങ്ങളെ വെട്ടിത്തെളിച്ചു. പണ്ട് കന്നുകാലികൾക്ക് മേച്ചു നടന്ന അവർ പതുക്കെ സ്ഥിരതാമസക്കാരായ കർഷകരായി മാറി. ഇരുമ്പു കലപ്പകൾ വന്നതോടെ കൃഷി സമൃദ്ധമായി. പശുക്കൾക്ക് വേണ്ടി യുദ്ധം ചെയ്തിരുന്നവർ ഇപ്പോൾ മണ്ണിനു വേണ്ടി പോരാടി തുടങ്ങി. ചെറിയ ഗ്രാമങ്ങൾ വലിയ രാജ്യങ്ങളായി വളർന്നു. ഇതോടെ ഗോത്രത്തലവന്മാർക്ക് കൂടുതൽ അധികാരമുള്ള രാജാക്കന്മാരായി മാറി. താങ്കളുടെ കരുത്ത് കാണിക്കാൻ അവർ അശ്വമേധം പോലുള്ള വലിയ യാഗങ്ങൾ നടത്തി തുടങ്ങി. ഈ കാലത്താണ് സാമവേദം, യജുർവേദം, അഥർവവേദം എന്നിവ രൂപപ്പെട്ടത്. ആരാധന രീതികൾ പണ്ടത്തെ പോലെ ലളിതമായിരുന്നില്ല. ഇതോടൊപ്പം തന്നെ സമൂഹത്തെ 4 വിഭവങ്ങളായി തിരിക്കുന്ന വർണ്ണവ്യവസ്ഥ കർശനമാക്കി. ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ എന്നിങ്ങനെ ജനനം കൊണ്ട് പദവി നിശ്ചയിക്കുന്ന രീതി നിലവിൽ വന്നു. ലളിതമായ ഗ്രാമീണ ജീവിതത്തിൽ നിന്ന് സങ്കീർണമായ ഒരു സാമൂഹിക വ്യവസ്ഥയിലേക്കുള്ള മാറ്റമായിരുന്നു വേദകാലഘട്ടത്തിൻ്റെ 2ാം പകുതി. ഈ കടുപ്പമേറിയ ആചാരങ്ങൾക്കെതിരെ പുതിയ ചിന്തകൾ എങ്ങനെയുണ്ടായി എന്ന് നമുക്ക് അടുത്ത ഭാഗത്തിൽ കാണാം. ഇത്തരം ചരിത്ര വീഡിയോകൾക്കായി ചരിത്രധ്വനി എന്ന നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.